മഴവേ കുടിലേ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസനേ. ഈ മനോഹര ശബ്ദം സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതമായിട്ട് കാലം കുറെ കഴിഞ്ഞെങ്കിലും ആണിക്കമ്പനിയിലെ കരിപുരണ്ട ശാന്ത ചേച്ചിയുടെ ജീവിതത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 11 വർഷമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പാട്ടിൻ്റെ മേഖലയിലേക്ക് എനിക്ക് കടക്കാൻ പറ്റും എന്നുള്ളത്. അന്നത്തെ കുട്ടിക്കാലവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വെച്ച് ഒരു ഒതുങ്ങിയ ഒരു ജീവിത സാഹചര്യമായിരുന്നു എൻ്റെ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. പഠിപ്പിക്കാനൊന്നും സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുടുംബമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒതുങ്ങി കഴിയുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് പാടിയാൽ പോലും ഈ ലോകം അറിയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണല്ലോ ഈ സോഷ്യൽ മീഡിയ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവേദിയിൽ എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. കല്യാണം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാട്ട് കുറേ നാളത്തേക്ക് ഒരു ബ്രേക്കായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഒരുവിധം ആയി കഴിഞ്ഞപ്പോഴാണ് ഈ ഓണം പരിപാടികൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെ പോയി പാടാറുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. കുട്ടികളും ആസ്വദിക്കും, സപ്പോർട്ടാണ്. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വൈകിട്ട് ഒരു 8 മണിക്ക് ശേഷമാണല്ലോ. അപ്പോൾ പിന്നെ ലീവ് എടുക്കേണ്ട വരാറില്ല. ജോലി കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് പാട്ടിലേക്ക് കടക്കുന്നത്. ചിത്രചേച്ചിയുടെ കൂടെ ഒരു പ്രോഗ്രാമിൽ ജോൺസൺ മാഷിൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാമിൽ ചെന്നൈയിൽ പാടാൻ അവസരം കിട്ടി. ചിത്രചേച്ചിനെ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാർമുകിൽവർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ ഉണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽവർണ്ണന്റെ ചുണ്ടിൽ. കണ്ണാടി എന്നൊരു മൂവിയിലാണ്, എൻ്റെ നാട്ടുകാരനായ ആൻ്റണി നെടുവട്ടം നിർമ്മിച്ച ഫിലിമിലാണ് എനിക്ക് പാടാൻ അവസരം കിട്ടിയത്. ആ പാട്ട് സീനിൽ അഭിനയിക്കാനും ഒരു അവസരം കിട്ടിയിരുന്നു. നന്ദികേശൻ കുലത്തിൽ പിറന്നവർ, അന്തിയോളം പണിയെടുക്കേണ്ടവർ, കാളയെന്നും കരുമാടിയെന്നും നീളെ നീളെ പറക്കുന്നു ചേറിൽ. പോയി വരൂ പോയി ജയിച്ചു കരേറാൻ, നോവു തീണ്ടാതെ നാവേറു പാടാം. നാവു കൊണ്ടൊരു ദോഷം വരേണ്ട, കണ്ണുകൊണ്ടൊരു കേടും വരേണ്ട. അത് ലോക്ക്ഡൗൺ സമയത്താണ് ഫിലിം പുറത്തിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തിയില്ല.
പിന്നെ യൂട്യൂബിലൂടെ ആ പാട്ടുകൾ വീക്ഷിച്ച ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം എങ്കിൽ പോലും ആ പാട്ട് എല്ലാവരും ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമാ ഫീൽഡിലേക്ക് പിന്നെ പുതിയ അവസരങ്ങളൊന്നും വന്നില്ല. എങ്കിൽ പോലും ഈ ആൽബം സോങ്ങുകൾ വരുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവർക്കൊന്നും സിനിമയിലേക്ക് എത്തിപ്പെടാൻ വലിയൊരു ആ ഒരു ലോകത്തേക്ക് കടക്കാൻ പറ്റും തോന്നണില്ല. എന്നാൽ പോലും ഒരവസരം കിട്ടിയത് ദൈവാനുഗ്രഹം, അത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഇതൾ മാഞ്ഞൊരോർമ്മ പോയി നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തിന്നലായി തലോടും പാട്ടുമായി.